വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നിറച്ചും പൂക്കളല്ലേ, ഞാൻ ആദ്യം പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആ ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് സാറ്റേണായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ സാറ്റേൻ്റെ അത്രയും വെളിച്ചമില്ല, തിളക്കില്ല, അതില്ല. വേറെ മെറ്റീരിയൽ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഞാൻ സാറ്റേണാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയപ്പോൾ 2-3 വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കറക്റ്റ് ആ ഡ്രസ്സിലുള്ള ഫ്ലവറല്ല ഉണ്ടാക്കുന്നത്, ഉണ്ടാക്കി ആ യൂട്യൂബിലുള്ള അങ്ങനത്തെ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. എടുത്തിട്ടുള്ള മെറ്റീരിയൽ കാണിച്ചു. പട്ടി ഭയങ്കര ഷോം. ഇതാണ് മെറ്റീരിയൽ. ഇത് ഭയങ്കര തിളക്കമുള്ള, പക്ഷേ ഇത് കുറഞ്ഞ സാറ്റാണ്. ഇതിന് എത്ര രൂപ? 60 അപ്പോൾ എന്താ, ഇതാണെങ്കിൽ ചെറിയായിട്ടൊന്ന് ഉടക്കിയാൽ മതി, തീർന്നു. നല്ല ശോകം തുണിയാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഫസ്റ്റ് അതിൽ വെച്ചാൽ പറ്റൂല, ഉരുകും. ഇവിടെ ക്യാമറ ഇതെന്തിനാന്നോ, മെഴുക്ക് തിരി ഞാൻ എന്തായാലും ഫസ്റ്റ് ഒരു പൂ ഉണ്ടാക്കി നോക്കും. ശരിയായാൽ മാത്രമേ ബാക്കി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലുതാണ് അതിലുള്ളത്. വലിയൊരെണ്ണം ചെയ്ത് നോക്കാം. അമ്മ, എൻ്റെ ഫോണൊന്ന് എടുത്തരുമോ? ഞാൻ പിന്നെ ക്യാമറ മാറ്റി. ഇതിപ്പോൾ 3ാമത്തെ ക്യാമറ. ആദ്യം സോണി എടുത്ത്, അത് കഴിഞ്ഞ് നിക്കോൺ എടുത്ത്, ഇപ്പോൾ കാനോൺ എടുത്ത്. 3ാമത്തെ ക്യാമറയാണ്. ഇനി ഇത് മാറ്റുവാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ട്. ഇത് കുഞ്ഞി ക്യാമറ. നിക്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാൻ സിമ്പിളായി. എനിക്ക് ഒറ്റക്കാലും എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് നടക്കില്ല. അത് ഭയങ്കര കനമൊക്കെ ഉള്ളതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ ഇച്ചിരി നേരം പിടിക്കുമ്പോൾ തന്നെ കൈവേനൊക്കെ എടുക്കും. ഇത് കുഞ്ഞിതായി ഇങ്ങനെ പിടിക്കാനും എനിക്കിഷ്ടമായി. ഇതിനകത്ത് വീഡിയോ ഒക്കെ എടുക്കണം. മാറിയിട്ട് പോകുന്നില്ല. ചേട്ടനോർക്കുണ്ടാകും എനിക്ക് പ്രാന്തായത്. 3ാമത്തെ വട്ടമൊക്കെ ക്യാമറ വാങ്ങി. വീട്ടുകാർ അല്ലെങ്കിലും ചോദിക്കണുണ്ട് എനിക്ക് പ്രാന്താണ്. ക്യാമറ ഇടക്കിടക്ക് പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രസ്സ് കണ്ടോ, ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോണ ഡ്രസ്സ്. ഇത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പൂക്കൾ ചെയ്യുമ്പോൾ വന്നാൽ മതിയായിരുന്നു. എനിക്ക് തോന്നാനുള്ള ഇതുപോലെ തന്നെ വരുമെന്ന്. ഞാൻ കണ്ടതിൽ അതെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഇതളാണ്, പക്ഷേ ഇതിൽ വലിയ വലിയ ഇതളല്ലേ. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ നിൽക്കണമുണ്ട്, ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ നിൽക്കണുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെ നിൽക്കും ദൈവത്തിനറിയാം. എന്തായാലും ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് പേപ്പറിൽ വരക്കാം. ഏതാണുള്ള വരച്ചിട്ട് അത് വെട്ടിയിട്ട് അത് സാറ്റേണിൽ അത് വെട്ടിയേക്കാം. ഇത് വെട്ടിയെടുക്കാം. ഇതാണ് ഇതൾ. പറയണം, എന്നാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇത്
കൊണ്ട് ഇനി ഇത് വെച്ചിട്ട് എത്രണ്ണം, ഒരു 5 പറ്റില്ല, 5 ഒക്കെ ചെയ്യാം, വെട്ടി എടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ പഴയ റൂമിൽ ഇരുന്നിട്ടാണ് ചെയ്യണം. അത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പുതിയ റൂമിലേക്ക് വരും. ഈ പുതിയ റൂമൊക്കെ എൻ്റെ അച്ഛൻ കെട്ടി തന്നെ ഉണ്ട്. അയ്യോ കണ്ടോ, അയ്യോ കാണാനൊന്നും പറ്റില്ല. ഞാൻ അത് ചെയ്ത് മുഴുവനും കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇനി തേക്കാനുണ്ട് അവിടെ, പിന്നെ എന്താ പൊക്കത്ത് ഷീറ്റ് സൈഡിൽ ചെയ്യും കൂടി ഇടാനുണ്ട്. എന്താ ഇപ്പോൾ റൂമിൽ വെച്ചാൽ ഈ ഒരു റൂമിലൊരു മൂല ഇച്ചിരി ഭാഗലേക്കുള്ളപ്പോൾ അതുകൊണ്ട് വേറൊരു റൂം എടുക്കാൻ വെച്ചു. അപ്പോൾ പിന്നെ അകത്തിരുന്നൊക്കെ എനിക്ക് റീൽസൊക്കെ എടുക്കാമല്ലോ. ഇപ്പോൾ എൻ്റെ വീട് പണിയും തുടങ്ങി, കല്ലിടൽ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലമൊക്കെ പോയി, ഇനി വീഡിയോ എടുക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഇനി വേറെ സ്ഥലം നോക്കണം. അപ്പോൾ അകത്ത് വെച്ചിട്ടാണെങ്കിൽ ഇത്രയും കൂടി നല്ലതല്ലേ. അതിപ്പോൾ ഇനി എന്തായാലും നോക്കുള്ളൂ ആൾക്കാരൊക്കെ കൂടാം, മൊത്തം പണി ചെയ്യാനും പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നിങ്ങൾ വീഡിയോ, പിന്നെ അകത്തന്നെ നല്ലത്. അതുകൊണ്ട് റൂം തന്നെ കെട്ടി തന്നാൽ മതിയായിരുന്നു അച്ഛൻ. ഇതൊരു പൂവിനുണ്ടാവുള്ളൂ തോന്നും. ഞാനിത് മടക്കി എടുക്കട്ടെ. ഒന്നും കാണാനും പറ്റില്ലല്ലേ മടക്കണേക്കാ. അച്ഛാ പോയാ ഇത് ഞാൻ 5 വേണ്ടിയിട്ട് 2-3 മടക്കട്ടെ. ഇവിടെ നിന്ന് വെച്ച കാര്യമാണ് ഞാൻ താഴ്ത്തിച്ച് മടക്കാം. എന്തിലും ഞാൻ അയ്യോ ഇത് തികയൂല. തീരാണ് തികയൂല. ചെറുതാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒരെണ്ണം ഒരു വലുതെന്തായാലും ഉണ്ടാക്കിയോ, എന്നിട്ട് ചെറുതുണ്ടാക്കണം നമുക്ക്. ഇതിനി കട്ട് ചെയ്തെടുക്കാവേ. ഇത് 2-3 എണ്ണത്തിനുള്ള ഉണ്ട്. കണ്ട മടക്കി മടക്കി ഇങ്ങനെ വെച്ചേക്കാം. ഇനി കട്ട് ചെയ്യാം. അയ്യോ കത്തിക കയറണില്ല. വൃത്തിയായിട്ട് തുണിയാ. കയ്യിലാണ് നിൽക്കത്തുമില്ല. അയ്യോ കാണാമോ? സൗണ്ട് കേട്ടാന്നറിയില്ല. എൻ്റെ ഈ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ സൗണ്ട് കേൾക്കൂ. എല്ലാം ഇല്ലാത്ത സത്യ. ഇതിൽ നല്ല രീതി ഇതിൽ മാത്രം വെട്ടണതായിരുന്നു.
അറഞ്ചും തുറഞ്ഞ് ഞാൻ വിട്ടിട്ട് ഇപ്പം കഴിയില്ലേ. ഇതെന്തായാലും ഷേപ്പില്ലാത്തതിന് ഇവിടേക്ക് വെച്ച് ഷേപ്പ് എല്ലാം പല പല ഷേപ്പിലുണ്ട്. കുഴപ്പമില്ല. ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ നമുക്ക് മെഴുകുതിരി കത്തിക്കാം. ദൈവമേ, പവർ മിഷ്യത്തിൻ്റെ അടുത്തിരുന്നാൽ ചെയ്യണം. എന്ത് മെഴുകുതിരി ചാർജ് തീരുന്ന ശോകം തോന്നണ്ട. ആ പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ ഇത് ആക്കാം. ആ എന്താണ്? ആ എടി എന്തുണ്ടമ്പി എന്താ സാനിയ? ഞാനിവിടെ തീ കൊണ്ട് കളിയാണ്. നിങ്ങൾ വന്നേ. ഹലോ. അപ്പം ഇന്നലെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ക്യാമറ ഓഫായി പോയി. ഞാൻ ഓണാന്നോട്ട് പൈതിയും ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ക്യാമറ ഓഫായിട്ടിരിക്കുന്നത് കാണുന്നത്. പിന്നെ രണ്ടാമത് ബാക്കി ഞാൻ വെച്ച് ചാർജ് ആക്കിയിട്ട് ചെയ്യാൻ നോക്കിട്ടത് രാവിലെ ഉണ്ടാകും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇനി ഈ പെടുക്കണയിൽ എന്തായാലും നല്ല സൗണ്ട് ഉണ്ടാകും. എന്താ വെച്ചാൽ വീട് പണി നടക്കണം. അത് എൻ്റെ വീട്ടിൽ അപ്പുറത്ത് ഒരുമിച്ചാണ് ചെയ്യണം. അത് നല്ല സൗണ്ട് ആയിരിക്കും. എന്തായാലും ഞാൻ കൊണ്ടുകൂടി ഉണ്ടാക്കാം. അപ്പം എൻ്റെ തുണി മൊത്തം കത്ത് പിടിച്ച് പോയാൽ പിന്നെ നമുക്ക് ഇതെല്ലാം അങ്ങനെ ഞാൻ നീക്കാം. ഇത് കണ്ടോ ഉണ്ട് ഇതൊന്ന് അടുത്തുനിന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാം. കരിഞ്ഞമാണ്. ചുറ്റിനും ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നൂല് വലിയാൻ സ്റ്റാർട്ട് ചെയ്തേ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യണമായിട്ട് എൻ്റെ ഫാൻ എല്ലാം നമുക്ക് നടുക്കുന്നിങ്ങനെ കട്ട് ചെയ്ത് ചുറ്റിനും അങ്ങനെ ആക്കാതെ
പീസുകളുടെ വലിപ്പമൊക്കെ വേറെ വരും. ഇതിൻ്റെ ഒറ്റ വിളയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എല്ലാം ഒരേ രീതിയിലായിരിക്കും. നല്ല പൂ ശരിയാവായിരിക്കും, നോക്കാം, കുഴപ്പമില്ല. അതൊക്കെ മതി. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. ഞാൻ ക്യാമറ ഓഫാക്കാൻ ക്യാമറയിൽ ചാർജ് തീരും. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് അതെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുണ്ട്, ഇത് എത്ര എണ്ണത്തിന് ഉണ്ടാവും എന്നറിയത്തില്ല. പിന്നെ നമുക്ക് വലിയതിനും കൂടിയിട്ട് വലിയ ഇതളും കൂടി ഉണ്ടാക്കാം. അപ്പം അതിന് ഇത്രയും വലുതാണ്, അപ്പോൾ ഒരു ഇതൾ ഇത്രയും വലുത്. പിന്നെ ഇതും അതുപോലെ തന്നെ എന്താണ് ഞാൻ ഇവിടെ ഉണ്ട്, ഉരുക്കിയെടുക്കാം. മറന്നുപോയി എന്താ പറയണ്ടേ, പൈസ എന്താ മേടിക്കണം? മസാല ദോശ ഉണ്ടാവും അവിടെ. മസാല ദോശ ഉണ്ടെങ്കിൽ അത് മതി ഒരെണ്ണം. നീ ഇപ്പൊ തിന്നല്ലേ, വേണമെങ്കിൽ എന്തായാലും തിന്നാൻ മേടിച്ചോ. അപ്പം വേണ്ട, ആ ദോശ വേണ്ട, മസാല ദോശ പൊറോട്ട ഇല്ലെങ്കിൽ അപ്പം എന്നാ പൊറോട്ട. എൻ്റെ സ്റ്റൂൾ അമ്മ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ 2 പാത്രം എടുത്തേക്കാം. ഇതിൻ്റെ പുറത്ത് നമുക്ക് കത്തിച്ചേക്കാം, എന്നാലും കാണണ്ടല്ലേ ഇത്രയും വേണം. ഞാനിതും കൂടി ഉരുക്കിയിട്ടുണ്ട്. ശരി കാണിച്ചു, ശരി കാണിച്ചു. മെഴുതിരിയുടെ ഒട്ടത്താണ് നല്ല ഭംഗി. ഇതും അതുപോലെ തന്നെ നമുക്ക് ചുരുക്കി എടുക്കാം, ചുരുക്കിയല്ല ഉരുക്കിയെടുക്കാം. ഉള്ളത് മൊത്തം വെള്ളിയ കാണുന്നില്ലല്ലേ, എന്നാൽ എന്തായാലും കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതുകൂടി ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ കാശ് അതെല്ലാം അങ്ങനെ ചുരുക്കിയല്ല ഉരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വലുത് ഞാൻ 2-3 എടുത്തുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇരിക്കും തോന്നുന്നുള്ളത് ഇച്ചിരി കനമുള്ളതുകൊണ്ട് ഒടിഞ്ഞ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ താഴ്ത്തി ഇങ്ങനെ തൂക്കിയിട്ട് കിടന്ന സ്ഥലത്ത് കൊടുക്കും. ഇതിനെ മാറ്റിയേക്കാം. ഇനി നമുക്ക് ജാതി തരുന്നത് അപ്പം ഇനി നമുക്ക് ഡ്രസ്സിനുള്ള പാറ്റേൺ വെക്കാം. ഞാനൊരു പേപ്പർ 2ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ച സീല ഇങ്ങനെ കാണിക്കുന്ന കാണില്ല. ഇങ്ങനെ വെച്ച് കാണിച്ച ഓക്കെ. ചെറുതായിട്ട് ഞാൻ വരച്ച് കാണിച്ചു വേണം. രണ്ടായിട്ട് ഇത് മടക്കില്ല. ഇനി ഇതിനകത്ത് നമുക്ക് ഇവിടെ ഷോൾഡറിന് ആക്കിയാണ്. എനിക്കറിയാം, നമുക്ക് ചുമ്മാ കാണിച്ചാൽ ഞങ്ങൾക്ക് ചെയ്താൽ പറ്റില്ല. ഇതിപ്പോൾ ഇത്രയുള്ള ഇതല്ലേ, ഇതിപ്പോൾ ഞാൻ 2 വരയ്ക്കും. ഇവിടെ നിന്ന് എന്തോരോണോ വേണ്ടത്, എനിക്ക് 12 ഷോൾഡർ. അപ്പം അതിൻ്റെ പകുതി 6 ഞാനിങ്ങനെ മാർക്ക് ചുമ്മാ വരയ്ക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടും 6 തന്നെ മാർക്ക് ചെയ്യാം. ഇത്ര ഇപ്പോൾ 6 എടുത്തെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും 6 തന്നെ മാർക്ക് ചെയ്യാണ്. കാണാമോ? എന്നിട്ട് ഇവിടെ നിങ്ങോട്ട് നമ്മുടെ ചെസ്റ്റ് എത്രയും നോക്കണം. എൻ്റെ ചെസ്റ്റ് ഇത്രയും നിങ്ങൾക്ക്
അങ്ങനൊക്കെ. അപ്പോൾ അതിനെ 4 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്നതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടുതൽ ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ടോപ്പ് ലെങ്ത്ത് ഇവിടെ നിന്ന് നമ്മൾ എന്തോരമാണോ ലെങ്ത്ത് നോക്കിയിട്ട് എൻ്റെ 12 ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടുന്ന് വേസ്റ്റ് നമ്മുടെ വയറിൻ്റെ അവിടുത്തെ വണ്ണം നോക്കണം. എനിക്കവിടെ 23. അപ്പോൾ 23നെ 4 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടണതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടുതലെടുത്ത് അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരക്കണം. അപ്പം ഇവിടെ വരക്കണം. അത് നമ്മളിങ്ങനെ വളച്ചിങ്ങനെ വരക്കണം. എന്താണോ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്നിട്ട് ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് നോക്കണം. അത് ഇവിടെ നിന്ന് ഹിപ്പ് വരെയുള്ളത് അടയാളപ്പെടുത്തണം. എന്നിട്ട് ഹിപ്പ് എന്തോരം ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, അപ്പം അതിനെ 4 കൊണ്ട് ഹരിച്ചിട്ട് 1.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ വരക്കണം. അത് എന്നിട്ട് വേസ്റ്റിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരക്കണം. പിന്നെ ഇത് നേരെ വെച്ചാൽ എന്തെങ്കിലും മനസ്സിലായി? അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ പാറ്റേൺ വെട്ടി എടുത്തിട്ടുണ്ട്. നിവർത്തി കാണിച്ചു. ഇനി ഇതിനകത്ത് നമ്മുടെ നെക്ക് ലെങ്ത് എടുത്തിട്ട് അവിടെ നിന്ന് വളച്ച് കട്ടിയാനൊക്കെ ഇവിടെ വളച്ചാണ് വെട്ടാൻ. ഇവിടെ വളച്ചതിന് വെട്ടണ്ട. പക്ഷെ ഞാൻ ഇങ്ങനെ തുണി വെട്ടുമ്പോൾ അങ്ങനെ വെട്ടാം. സെറ്റാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ സ്റ്റാപ്പ് കൊടുക്കുന്നുണ്ട്. അതിൽ സ്റ്റാപ്പ് ഇല്ല. പക്ഷേ എനിക്ക് അല്ലാണ്ട് ചെറിയൊരു സ്റ്റാപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തുണി വെട്ടിക്കാം. പുറത്ത് വീട് പണിക്കാനുള്ള സാധനമായിട്ട് വണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സൗണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂ വെക്കാം. ഒട്ടിക്കണ നൂലുകൊണ്ട് തുന്നണമെന്ന് ആലോചിക്കാം. ഞാൻ എന്തായാലും ആ ഇതളൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പാക്കിങ് കട്ട് ചെയ്ത് അത് വെച്ചിട്ട് തുണിയിലും ഇപ്പോൾ കട്ട് ചെയ്ത് ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ നൂല് മാറ്റിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മിഷ്യൻ. ഉഷയുടെ മിഷ്യൻ. നൂല് മാറ്റാം. ഇപ്പം നൂലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മൊത്തം ഫസ്റ്റ് നമുക്ക് സ്ട്രാപ്പിനുള്ളത് എടുക്കാം. അതിനുവേണ്ടി ഞാൻ നീളത്തിൽ തുണി എടുക്കണം. അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഫസ്റ്റ് നമുക്ക് അടിച്ചെടുക്കാം. ഒന്നും വേണ്ട, അത് അടിച്ചിട്ടുണ്ട്. ഒരു പിന്നെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്താം. ഈ സാധനം ഇങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് വലിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റാപ്പിന് ഞാൻ എന്തായാലും നീളത്തിന് അതനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഇവിടുന്ന് ഇത്രയും ഞാൻ 4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 4 വെട്ട്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഒരു 9 ഇഞ്ചായിട്ട് നമുക്ക് എടുക്കാം. സ്റ്റാർട്ട്. ഇനി നമുക്ക് ടോപ്പ് ഇത് പെട്ടെന്ന് ടൈറ്റ് ചെയ്യും. 2 ചില്ലി തുണിയിൽ എടുക്കാം. പെട്ടെന്ന് ഇനി ഒരു ലൈനിങ് എടുക്കാം. ഒരു ചാക്കിൻ്റെ നല്ല വശം ഉള്ളിലിട്ടിട്ട് വേണം തയ്ക്കാം. ഇനി ആദ്യം മടക്കിയിട്ടെ ഇതപ്പം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടേക്കാം. തിരിച്ചിട്ടപ്പോൾ ഇനി അടുത്തതും ലൈനിങ് ഫസ്റ്റ് എടുത്തിട്ട് കഴിഞ്ഞിട്ട്
സാറ്റേണിന് നല്ല വശം ഉള്ളിൽ വെച്ചിട്ട് മറക്കരുത്. ഇപ്പോൾ ഞാൻ മറന്നു ആദ്യം എടുക്കാം. ഇത് സാറ്റേൺ ഫസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ സ്പാപ്പണ്ടേ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അടിക്കും. അടുത്തത് ഉടച്ച് വയ്ക്കാം. ഏകദേശം ഇനി നമുക്കൊന്ന് പറ്റിച്ചടിച്ചേക്കാം, അല്ലെങ്കിൽ വെറുതെ അടിച്ചിടാം. ലൈനിങ് പുറത്ത് കണ്ടാലോ. വേർക്കണുണ്ടോ? ഈ റൂമിൽ ഫാനില്ല, അതുകൊണ്ട് നല്ലോണം വേർക്കും. അയ്യോ ഓക്കെ സെറ്റ്. നല്ല വീട്ടിലാണ്. നാളെ എന്നൊരു ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതൊന്നും ഇപ്പം അവിടെ ഒന്നും പറ്റില്ല, നാട്ടുകാരനെ ഓടിക്കും. ഈ സൈഡിൽ പഠിക്കണം. ഇതിന് ഈ കളർ സിബ് ഉണ്ടാകും. സിബ് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ വള്ളി ആയിട്ടുള്ളത് വെക്കേണ്ടി വരും. കുഴപ്പമില്ല. ഇത് ഇനി നമുക്ക് ഇതിൽ സിബും കൂടി വെച്ചിട്ട് സൈഡ് വയ്ക്കാനുണ്ട്. അതും കൂടി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൂ വെക്കാം. ഞാൻ ഇത് അടിച്ചിട്ട് സൈഡിലാണ് സിബ് വെച്ചേക്കണം. നമുക്ക് നൂല് സുരി കൊണ്ട് നെയ്യാൻ എന്താ വെച്ചെന്നാൽ മറ്റാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോരുമല്ലോ. എനിക്ക് ഇന്നിടേണ്ട റീലിൻ്റെ ഉടുപ്പാണ്. ഉണങ്ങിയൊക്കെ വരുമ്പോൾ നേരാകും. ഫസ്റ്റ് നൂലും സൂചി കോർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 ഇതൾ എടുക്കാം. ഫസ്റ്റ് 2 ഇത് തെളിവാന്ന് അറിയത്തില്ല. അതെടുത്തു. ഇത് ചെമ്പരത്തിപ്പൂ. പോലെ ഇതിനകത്ത് നടുക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ചിട്ടി റോസാപ്പൂവിൻ്റെ ഇതിൽ പിന്നെ ചിട്ടി ഇങ്ങനെയാണ് അതിലത്തെ പൂ. അങ്ങനെയില്ല, ഇങ്ങനെ എന്തുവാ ഒരുമാതിരി ഒപ്പിക്കാം. ഇതിനകത്ത് എങ്ങനെ ഒപ്പത്തൊക്കെ മാത്രമേ പൂ ഉണ്ടാവുള്ളൂ എന്ന് തോന്നും. അത് മതി സെറ്റാ. ഒരു പൂവായിട്ടൊന്നും തോന്നുന്നില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ വെക്കാം. ഒരു 5 ഞാൻ ചുറ്റിട്ട് ഉണ്ടാക്കട്ടെ. എടുത്ത് കുളിക്കുന്നു. ഗായ്സ് അപ്പോൾ ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നണല്ലേ, അറിയില്ല. ചെമ്പരത്തി പൂ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി പൊക്കത്തേക്ക് തീർന്നു. ഇനി അങ്ങോട്ടേക്ക് ഇത്രയും കൂടി വേണ്ടി വരും. പിന്നെ ഇത് തുന്നി വെക്കണം മൊത്തം. ഞാൻ തുന്നി വെക്കട്ടെ. എനിക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് രണ്ടും കൂടി ചെയ്യാൻ പറ്റണില്ല. എനിക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് മിക്കതും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാത്തത്. ഇവിടെ പണി നടക്കണോണ്ട് ഇന്ന് ചെയ്തിട്ട് വരാം. കൊളാകുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും വീഡിയോ എന്തെങ്കിലും ഇവിടെ വയ്ക്കും. അപ്പോൾ ഗൈസ് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് റീൽസ് എടുക്കാൻ വേണ്ടി പോണേണ്. ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഗൈസ് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് റീൽസ് എടുക്കാൻ വേണ്ടി പോവാണ്. ചെയ്യാൻ നോക്കിയത് ഇതാണ്, പക്ഷേ ഇങ്ങനെ തന്നെ കിട്ടിയില്ല. എന്തായാലും റീലെടുക്കാം. ഞാനിനി എന്നാൽ റീലെടുത്തിട്ട് തരാം. എന്താണിത് ശോകമായി. അതിനകത്ത് കുറച്ച് നല്ല പൂവൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് ഭയങ്കര ശോക തുണി. കയ്യപ്പൊന്നും കിട്ടണ മതിയാണ്. അതിൽ നല്ല നല്ല വടിപോലെ ഇരിക്കും. എനിക്ക് തോന്നണം എൻ്റെ ഉള്ളിൽ സ്റ്റിഫിൻ്റെ വെച്ചിട്ടാണ് ചെയ്തേക്കണേന്ന് തോന്നുന്നു. ചെയ്തില്ല. നമുക്ക് വേറെ ചെയ്യാം. നല്ല പൂക്കട്ടെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ റീൽ എടുക്കട്ടെ. ഇപ്പോൾ തന്നെ 7 മണിയാകുമ്പോൾ ഞാൻ 7 മണിക്കൊക്കെ വീഡിയോ ഇടണം. ഇനി ഇതെടുത്ത് എഡിറ്റ് ചെയ്ത് എനിക്ക് ഇന്ന് ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത്രയുള്ളൂ.